വൈസ് പ്രസിഡന്റിനെ തന്നെ നമുക്ക് ഉദ്ഘാടനത്തിന് കിട്ടി എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നു. നിങ്ങൾ തന്നെ ഇവിടെ വരണം എന്ന് നിർബന്ധപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്ഘാടനത്തിന് അദ്ദേഹം തന്നെ വന്നത്. ഈ സലാമാഷ് അദ്ദേഹത്തിന്റെ സലാമാഷ് മാത്രമല്ല ഈ പ്രദേശത്തുകാരുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഒരു റിംഗ് റോഡ്. അതിനുവേണ്ടി ഫണ്ട് വെച്ചിരുന്നു. ലിങ്ക് റോഡ് ഉസ്മാനൊക്കെ എപ്പോഴും എന്നോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ ആ റോഡിൽ ഫണ്ട് വെച്ച് നമ്മൾ അംഗീകാരം വാങ്ങി TPC അംഗീകാരം വാങ്ങി അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ വർക്ക് ഇപ്പം നടക്കാതിരിക്കുകയാണ്. അപ്പോൾ വർക്ക് അതിന് മാറ്റിവെച്ച ഫണ്ട് മറ്റു റോഡുകളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ ആസൂത്രണ സമിതി യോഗം ചേരേണ്ടതുള്ളത് കൊണ്ട് കുറച്ച് വൈകിപ്പോയി. ഏതായാലും നമുക്ക് 2 ദിവസം മുമ്പ് അതിന് അറിയിപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരാഴ്ചക്ക് ഉള്ളിൽ അതിന് നമ്മൾ ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം വാങ്ങിയ ശേഷം എത്രയും പെട്ടെന്ന് എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറാക്കിക്കൊണ്ട് നമുക്കിതിനെ TS വാങ്ങി അതിൻ്റെ TS വാങ്ങിക്കഴിഞ്ഞ് കരാറിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചാലും നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഏതായാലും ഞാനൊന്നും കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇവിടെ ഗ്രാമീണ റോഡുകൾക്ക് മുന്തിയ പരിഗണനയാണ് കഴിഞ്ഞ 5 വർഷക്കാലം സലാമാഷ് ഇതിനുവേണ്ടി ഫണ്ടുകൾ നീക്കിവെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാർഡിലെ എല്ലാ കാര്യങ്ങളിലും ഭരണസമിതി യോഗങ്ങളിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി ഞങ്ങൾ യോഗങ്ങളെല്ലാം കഴിഞ്ഞ് പിരിഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് എപ്പോഴും പറയും. അപ്പോൾ അദ്ദേഹവും മറ്റു മെമ്പർമാരും ഒക്കെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കും. അപ്പോൾ അദ്ദേഹം പറയാറുള്ളത് ഈ വാർഡിലെ ഓരോ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അത് യോഗം കഴിഞ്ഞാൽ തൊട്ടടുത്ത ഈ യോഗത്തിൽ തന്നെ അത് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യത്തിലും വളരെ ശുഷ്കാന്തിയോടുകൂടിയാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേറിട്ട മറ്റൊരു വിഷയമുള്ളത്, നമ്മൾ ഓരോ കാര്യങ്ങൾ 10-15 ഗുണഭോക്താക്കൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കും. കഴിഞ്ഞ ദിവസം ഇവിടെ പട്ടികജാതി ഈ പഠനോപകരണം വിതരണം ചെയ്തു. അദ്ദേഹത്തിന്റെ വാർഡിൽ വന്നുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ ആ പഞ്ചായത്തിന് കൊണ്ടുവന്ന് ഇവിടെ വിതരണം ചെയ്തു. അതുപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അദ്ദേഹം കൃഷിഭവനിലാണെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ അദ്ദേഹം തന്നെ സ്വന്തം പൈസ മുടക്കിക്കൊണ്ട് വാഹനത്തിൽ കൊണ്ടുവന്ന് ഇവിടെയുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം ഇവിടെ പൈസ മുടക്കി പഞ്ചായത്ത് ഓഫീസിൽ വന്നുകൊണ്ട് കൊണ്ടുവരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടും പ്രയാസമുണ്ടാവും. സാമ്പത്തികമായി പ്രയാസമുള്ളവരുണ്ടാവും. അവർക്കൊക്കെ സഹായമായിക്കൊണ്ട് ഞാൻ എപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ഒരാളാണ്. കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിന് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ സംഘടന സംഘടനാപരമായി ചെയ്യുന്ന അതേ ചിട്ടയോടും അടുക്കും ചിട്ടയോടുകൂടി മാത്രമാണ് അദ്ദേഹം പ്രവർത്തിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല പ്രവർത്തനമാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഈ വാർഡിൽ നടത്തിയിട്ടുള്ളത് എന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എല്ലാ പിന്തുണയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഞങ്ങൾ പറയും, ഇത്ര ഫണ്ട് കുറവുണ്ട്, അത് നമുക്ക് അടുത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഉത്സാഹത്തോട് പ്രവർത്തിക്കുന്ന മെമ്പറാണ് സലാമാഷ്. ഭാവിയിലും ഇങ്ങനെയുള്ള ഇപ്പം നമ്മൾ 1-1.5 മാസം കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ പോവുകയാണ്. ഭാവിയിലും ഇതുപോലെയുള്ള ജനകീയമായ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധി ഈ വാർഡിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റോഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. വളരെ നല്ല ഒരു സുദിനത്തിലെ നല്ലൊരു ദിവസം നല്ലൊരു സുദിനത്തിലാണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിന്റെ മുന്നേ നമ്മളെ കുഞ്ചപ്പറമ്പ് റോഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ മുഹമ്മദിനോട് അന്ന് തന്നെ ബാക്കിയുള്ള ഭാഗം കൂടി നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനുള്ള ഫണ്ട് അനുവദിക്കണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് അതേപോലെ തന്നെ ആ ഫണ്ട് അനുവദിക്കുകയും ആ റോഡിന്റെ ബാക്കിയുള്ള ഭാഗം പണി തീർക്കുകയും ചെയ്തു. അതിന്റെ ഉദ്ഘാടനം ജമീലാചാര്യ കൂടി വന്ന വീരാനാജി റോഡിന്റെ ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ അന്ന് പറഞ്ഞത് ഇതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ഫണ്ട് നിങ്ങളെ വാർഡിലാണ് ചെലവഴിച്ചിട്ടുള്ളത്. നിങ്ങളെ മെമ്പറാണ് പഞ്ചായത്തിൽ ഓരോ വാർഡിലേക്കും ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ചിരിക്കുന്നത് എന്നുള്ള കണക്ക് പ്രസിഡന്റ് അവിടെ അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റും പറയുന്നത് യോഗം കഴിഞ്ഞാൽ ഉടനെ പിന്നെ പോലെ കൂട്ടിയാണ് നമ്മുടെ മെമ്പർ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മെമ്പറുടെ പ്രവർത്തനം ഇത് കണ്ടില്ല എന്ന് നമ്മൾ ആരും നോക്കാൻ പറ്റില്ല. പിന്നെ മറ്റുള്ളവർ പലരും അത് പറഞ്ഞു ഇത് പറഞ്ഞതല്ല, മെമ്പറുടെ പ്രവർത്തനം അത് ജനങ്ങളിൽ എത്തിക്കാൻ നമുക്ക് കുറച്ച് കഴിവ് കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. വളരെ ആത്മാർത്ഥമായി ഈ പുല്ലാവൂർ യൂണിറ്റിന്റെ പേരിലും പിന്നെ ചിലപ്പോൾ പഞ്ചായത്തിൻ്റെ പേരും ഞങ്ങൾ വളരെ നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും മാസം നമ്മുടെ പ്രഗത്ഭനായ വാർഡ് മെമ്പർ സലാം മാസ്റ്റർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പാർട്ടി പ്രവർത്തകർക്കും വളരെ ആത്മാർത്ഥമായി നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ അനുവാദമുള്ള യോഗങ്ങൾ അവസാനിപ്പിച്ചതായി വണ്ടി കൊണ്ടെടുക്കണം വണ്ടി